നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നോർത്ത് സീ പ്രദേശത്ത് കടലിൽ വലയെറിഞ്ഞപ്പോൾ കിട്ടിയത് വിമാനത്തിന്റെ അവശിഷ്ടങ്ങളാണ്. ഈ അവശിഷ്ടങ്ങളിൽ നിന്ന് ലഭിച്ചത് ഏതാണ്ട് 1 വർഷത്തിലേറെയായി കാണാതായ ജർമ്മൻ സ്വദേശിയായ പൈലറ്റിന്റെ മൃതദേഹം. സ്കോട്ട്ലൻഡിലെ ഷെറ്റ്ലാൻഡ് പ്രദേശത്ത് നിന്ന് വെള്ളിയാഴ്ച കണ്ടെടുത്ത സെസ്ന 172 എന്ന ചെറിയ വിമാനത്തിന്റെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് പൈലറ്റിന്റേത് എന്ന് കരുതുന്ന മൃതദേഹം കണ്ടെത്തിയതെന്ന് BBC റിപ്പോർട്ടിൽ പറയുന്നു. ഷെറ്റ്ലാൻഡിനും നോർവേയ്ക്കും ഇടയിൽ വെച്ച് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് വിമാനം കാണാതായത്. ഈ വിമാനത്തിന്റെ ഭാഗങ്ങളാണ് ഇത് എന്നാണ് സംശയിക്കുന്നത്. എയർ ആക്സിഡന്റ്സ് ഇൻവെസ്റ്റിഗേഷൻ ബ്രാഞ്ചാണ് ഈ സംശയം ഉന്നയിച്ചിട്ടുള്ളത്. വിമാനഭാഗത്തിനുള്ളിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹം ആരുടേതാണ് എന്ന് സ്ഥിരീകരിക്കാനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് സ്കോട്ട്ലൻഡ് പോലീസ് അറിയിക്കുന്നത്. ഒരു എഞ്ചിൻ മാത്രമുള്ള 4 സീറ്റുകളുള്ള വിമാനം 2023 സെപ്റ്റംബർ 30 രാവിലെ 10 മണിക്കാണ് ജർമ്മനിയിലെ ഹീസ്റ്റിലെ യൂട്ടേഴ്സൺ എയർപോർട്ടിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തത്. ജർമ്മൻ അന്വേഷകരുടെ റിപ്പോർട്ട് പ്രകാരം 62 വയസ്സുള്ള പൈലറ്റ് ബെയ്റൂത്തിലുള്ള ബന്ധുക്കളെ സന്ദർശിക്കാൻ തെക്കുഭാഗത്തേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. എന്നാൽ ടേക്ക് ഓഫിന് പിന്നാലെ ഇദ്ദേഹം വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങുന്നതായാണ് റഡാറിൽ കാണിച്ചത്. ഓട്ടോ പൈലറ്റുള്ള വിമാനത്തിനായി അദ്ദേഹം അഭ്യർത്ഥന നടത്തിയിരുന്നു. പൈലറ്റും ഭാര്യയും യാത്ര പോകാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും അപകട ദിവസം രാവിലെ ഭാര്യ യാത്രയിൽ നിന്ന് പിന്മാറിയതാണ്. പറന്നുയർന്ന 6 മണിക്കൂറിനുള്ളിൽ ഷെറ്റ്ലാൻഡിൽ നിന്ന് 128 കിലോമീറ്റർ അകലെയുള്ള റഡാർ സ്ക്രീനുകളിൽ നിന്ന് വിമാനം അപ്രത്യക്ഷമായി. പൈലറ്റുമായി യാതൊരു ആശയവിനിമയവും ഉണ്ടായിരുന്നില്ല. സെസ്ന വിമാനത്തെ കണ്ടെത്താൻ കോസ്റ്റ് ഗാർഡ് വിമാനം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് നടത്തിയ തെരച്ചിൽ പക്ഷേ ഫലപ്രദമായില്ല. ഈ വെള്ളിയാഴ്ച പീറ്റർ ഹെഡിൽ രജിസ്റ്റർ ചെയ്ത ബെനാർക്കിൾ 2 എന്ന വലിയ മത്സ്യബന്ധന ബോട്ടിന്റെ വലയിലാണ് വിമാന അവശിഷ്ടങ്ങൾ കുരുങ്ങിയത്. ഇത് പൊക്കിയെടുത്ത് കടലിന്റെ ഉപരിതലത്തിലേക്ക് കൊണ്ടുവന്നു. തുടർന്ന് ഞായറാഴ്ചയോടെയാണ് ലെർവിക് തീരത്തേക്ക് എത്തിച്ചത്. മനുഷ്യന്റെ മൃതദേഹം ഇതിൽ നിന്ന് കണ്ടെത്തിയതായാണ് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. സ്കോട്ട്ലൻഡ് പോലീസും ജർമ്മൻ അധികൃതരുമായും അന്വേഷണത്തിൽ സഹകരിക്കുന്നുണ്ടെന്ന് AAIB പറഞ്ഞു.